ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് രീതിയിൽ വെന്തിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതിന്റെ മസാല പെരട്ടി വെച്ച് പോയി. അത് നമ്മള് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, കുരുമുളക്, പച്ചക്കാന്താരി, തൈര്, പിന്നെന്താ പിഴുപുളി, അങ്ങനെ വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ എല്ലാം കൂടെ ചേർത്താണ് നമ്മളിത് പെരട്ടി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ വാഴയിലോട്ട് വെക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഗ്രില്ലടിക്കാം. ഇത് നമ്മളിങ്ങനെ വെക്കൂല, ഇങ്ങനെ വെച്ചു എന്താ വെച്ചിട്ട് വലിയൊരു ചെറുതോടെ ഉണ്ടേ, അതുകൂടെ ഞങ്ങൾ ഇതിനോട് തന്നെ ഇങ്ങനെ ചേർത്ത് വെക്കാറുണ്ട്. പിന്നെ എൻ്റെ തലയുടെ അവിടുത്തെ ഇതിൻ്റെ മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിടാം. ഓക്കെ, അരപ്പൂടെ നമുക്ക് ഇതിൻ്റെ മേലോട്ട് തേച്ച് കൊടുക്കാം. കപ്പയായിട്ട് കഴിക്കാനാണ്, അതുകൊണ്ട് ഇച്ചിരി അരപ്പിരിക്കട്ടെ. ഇനിയിപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഞങ്ങൾ ഇതിൻ്റെ മേളിൽ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കും വെക്കുക. നമുക്കിത് കൊതിയാം നന്നായിട്ട് പച്ച വെളിച്ചെണ്ണയുടെ കൂടെ മേലിങ്ങനെ നമുക്ക് ഇവിടെ നിന്നും കൂടെ ഇങ്ങോട്ട് എടുത്ത് ഫോയിൽ പേപ്പർ കൂടെ നമ്മൾ പേപ്പർ കിട്ടിയില്ല. താഴത്തെങ്ങനെ വരുന്നറിയില്ല, ഒരു പേപ്പർ ഒരു വർഷം ഉണ്ടോ നോക്കട്ടെ. പക്ഷെ ഇത് ആദ്യമായിട്ടായതുകൊണ്ട് അതിൻ്റെതായ കുറേ പോരാളികളൊക്കെ ഉണ്ട്. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ സെപ്പറേറ്റായിട്ടൊക്കെ കാണിച്ചിരുന്നു. ഞങ്ങളുടെ തുടക്കമാണ്, ഞങ്ങളുടെ തുടക്കമാണ്. അത് കാരണം ഞങ്ങളത് വിളിച്ചേക്കണം കേട്ടോ. ഇടിക്കുകയാണ് കേട്ടോ. വരാല് കിള്ളി എന്താകും എന്നുള്ളൊരു ടെൻഷനുണ്ട്. അത് അവിടെ കൊണ്ട് നമുക്ക് തുറന്നു നോക്കാം. അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. സാധനം എങ്ങനെയാണ് എന്ന് നമുക്ക് ഇപ്പം കണ്ടറിയാം. നമ്മൾ പറഞ്ഞ ആളെത്തിയിട്ടുണ്ട് കേട്ടോ. കപ്പയും വരാല് അടിപൊളി മണമാണ്. മണത്തിന് കിട്ടത്തില്ലല്ലോ. ഞങ്ങളുടെ അതിനകത്തൂടെ ചിരിയാ വേറെ ഇതെന്ന് പറയാൻ പറ്റില്ല. പൊള്ളിച്ച മോഡലല്ല, നല്ല മണമാണ്. അങ്ങനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കേട്ടാ. ടേസ്റ്റ് ചെയ്യുന്ന അടുത്ത വീഡിയോ രീതിയിൽ വരുന്നത് തന്നെ. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ഇതിന്റെ രുചി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അടിപൊളിയായി. ചുമ്മാ പറയുന്നല്ല കേട്ടോ. ഇത് പുളി, ഉപ്പ് നല്ല എല്ലാം കൂടെ ഇണങ്ങി നല്ല സൂപ്പറായിട്ടുണ്ട്. ഇച്ചിരി അനാപ്പിക്ക് കൊടുക്കാം. ഞങ്ങളുടെ കൊച്ചിന് കൊടുക്കട്ടെ. അനാപ്പി എങ്ങനെയുണ്ടെന്ന് നോക്കാം, പറയട്ടെ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ?